ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്ക് 1/2 കപ്പ് റവ കൊണ്ട് ഒരു അടിപൊളി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. പാൽപ്പൊടി ഒന്നും വേണ്ടത് ഉണ്ടാക്കാന്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അപ്പൊ നെയ്യ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം. ഇനിയിപ്പോ ഇതിലോട്ട് ചേർക്കാനുള്ളത് റവയാണ്. അപ്പൊ ഞാൻ 1/2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് 125 ml കപ്പിന് 1/2 കപ്പ്. ഇനി ഈ റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കരുത് കേട്ടോ. അപ്പൊ റവ നന്നായിട്ട് ബ്രൗൺ കളർ ആവാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഈ റവയൊക്കെ ഇപ്പോൾ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് പാല് ചേർക്കാം. ഞാനിപ്പോ 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. അപ്പൊ നമ്മൾ റവ എടുത്ത പാത്രത്തിന് 1 കപ്പ് പാത്രം പാല് ചേർക്കുക. ഇനിയിപ്പോ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. നന്നായിട്ട് തിക്കായി വരണം ഇത്. അതുപോലെ റവ നന്നായിട്ട് വേവും വേണം. അപ്പൊ അത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പൊ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചൂടോട് കൂടി തന്നെ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. അപ്പൊ റവ ഒന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. അപ്പൊ ഒരു പാനിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. അപ്പൊ 1 കപ്പ് വെള്ളം എടുക്കുമ്പോൾ 1 കപ്പ് പഞ്ചസാര എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർക്കാം. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അപ്പൊ അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ പഞ്ചസാരയൊക്കെ ഇപ്പൊ ഇവിടെ ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം ഒരു 5 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. അപ്പൊ നാരങ്ങ നീര് ചേർക്കുകയാണെങ്കിൽ പഞ്ചസാര പാനി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ ഇത് ഒരു നൂൽ പരിവാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. റവയൊക്കെ ഇപ്പോൾ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവിയതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം ഞാൻ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കയ്യിൽ കുറച്ചും കൂടി നെയ്യോ ഓയിലോ തടവുക. അതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബോൾസിന്റെ ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. നല്ല ഉരുട്ടിയെടുക്കണം. സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ വേണം നമ്മളിത് ബോൾസിന്റെ ഷേപ്പിലാക്കി എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് വിണ്ട് കീറാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം നല്ല ഷേപ്പിലാക്കി എടുക്കുക. ഞാനിവിടെ ചെറിയ ബോൾസാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ബോൾസൊക്കെ ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഷേപ്പ് ആക്കി എടുക്കണം. സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ വേണം നമ്മളിത് ഷേപ്പ് ആക്കി എടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാം ഞാനിപ്പോൾ ഇവിടെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. അതുപോലെ നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. അപ്പൊ നമ്മളിനി ഇത് തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവണം കേട്ടോ. അതുവരെ ഫ്രൈ ചെയ്യണം. ഒരു 5 മിനിറ്റ് മതി. അപ്പോഴേക്കും ഇത് ഫ്രൈ ആയി വരും. അപ്പൊ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. എന്നാലാണ് എല്ലാ വശവും ഒരുപോലെ നല്ലൊരു കളറ് കിട്ടുക. ഇപ്പൊ ഇതിപ്പോ എല്ലാ വശവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പൊ ഇതേ ഒരു കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. എന്ന് വിചാരിച്ച് ഒത്തിരി കറുപ്പിച്ചെടുക്കരുത് കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഇനിയിപ്പോ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഗുലാബ് ജാമുൻ ചൂടോട് കൂടി തന്നെ പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ പഞ്ചസാര പാനി തണുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ ഞാനിപ്പോ പഞ്ചസാര പാനി തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു ബൗളിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക എടുത്ത് മാറ്റാം. അപ്പൊ ചൂടോട് കൂടി തന്നെ നമ്മളെ ഗുലാബ് ജാമുനും ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഇതെല്ലാം 3 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഈ പഞ്ചസാര പാനിയിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഇത് പഞ്ചസാര പാനിയിൽ ഇട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരിക.
ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം കേട്ടോ. റവ മാത്രമാണ് നമ്മളിപ്പോൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പാൽപ്പൊടി ഒന്നും വേണ്ട. നമ്മുടെ കുട്ടികൾക്ക് ഗുലാബ് ജാമുൻ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. പിന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, അതാണ് ഇതിൻ്റെ അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്